തുടരെയുള്ള ചർച്ചകൾ കൊണ്ട് യുദ്ധം ഇല്ലാതാകുമോ എന്ന രൂപത്തിൽ ശുഭകരമായ ചില വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഇറാൻ പറയുന്നത്, ഈ ഉപരോധമെല്ലാം പിൻവലിക്കുകയാണെങ്കിൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്ന പ്രക്രിയ 60% വരെ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ച, അമേരിക്ക ഇറാനുമായി നേരിട്ട് പരോക്ഷമായി ഒക്കെ നടന്നിരിക്കുന്ന പല ചർച്ചകളും ഫലപ്രാപ്തിയിലെത്തും എന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഉപരോധം പിൻവലിക്കാൻ വേണ്ടി യൂറോപ്പും അമേരിക്കയും തയ്യാറാകുമോ എന്നുള്ളത് വേറെ വിഷയം. തയ്യാറായാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഇറാൻ പരസ്യമായി ഇപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ആണവ മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UAEയുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇനി ആരും ഓഫീസുകളിൽ പോയി കയറി ഇറങ്ങി നടന്ന് ഉദ്യോഗസ്ഥരോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും പോണ്ട. വളരെ ലളിതമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ, AI കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളിലേക്കുള്ള മാറ്റം, അതുപോലെ ഒരു മനുഷ്യനും ഈ MOHRE ഓഫീസിലേക്ക് പോകേണ്ടതില്ല എന്ന രൂപത്തിൽ ലളിതമാക്കി കാര്യങ്ങൾ ചെയ്യാവുന്ന സംവിധാനം ഒക്കെ പ്രാബല്യത്തിൽ വരുന്നു എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്ത് ഇങ്ങനെ ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിൽ ആളുകളൊന്നും അങ്ങോട്ട് തീരെ പോകേണ്ടതില്ല, ലളിതമായി തന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാം, പ്രോസസ്സിംഗ് ടൈമൊക്കെ നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ പകുതിയുടെ പകുതി എന്ന രൂപത്തിലാക്കി എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ സാധ്യമാക്കുന്ന പ്രക്രിയ കൊണ്ടുവരുന്ന രാജ്യങ്ങളിലൊന്നായി UAE മാറുകയാണ്. ഫെബ്രുവരി 19 ആയിരിക്കും റമദാൻ എന്ന രൂപത്തിൽ ആളുകൾ സൂചനയുമായി മുന്നോട്ട് പോകവേ നിരീക്ഷണ സയൻറ്റിസ്റ്റുകളൊക്കെ അക്കാര്യം 19 ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കവേ ഈ സുബഹി നമസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ ഇഫ്താറിൻ്റെയും ഒക്കെ സമയം എത്രയായിരിക്കും, എത്ര മണിക്കൂർ നോമ്പ് പിടിക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ റമദാൻ തുടക്കത്തിൽ തന്നെ സുബഹി നമസ്കാരത്തിൻ്റെ സമയം ഒരു 5:32 AM ദുബായിൽ, അതുപോലെ ഇഫ്താറിൻ്റെ സമയം ദുബായിൽ ഒരു 6:15 എന്ന രൂപത്തിൽ ഒരു 12-13 മണിക്കൂർ നോമ്പനുഷ്ഠിക്കേണ്ട സാഹചര്യമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്. അബുദാബി ആകുമ്പോൾ ഒരു 5 മിനിറ്റ് വെച്ച് കൂടും എന്ന് മാത്രം. 5:37 ആകും തുടക്കത്തിൽ, അതുപോലെ ഇഫ്താറിൻ്റെ സമയം 6:20 ആകും. ഏതായാലും അങ്ങനെയൊക്കെയാണ് സമയക്രമമെന്ന് ഇതിനെ നിരീക്ഷിക്കുന്ന മാധ്യമങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം ദുബായിലെ സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. പരമാവധി റമദാൻ സമയത്ത് 5 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി, അതും ഈ നോമ്പെടുക്കുന്ന കുട്ടികളെ ഫിസിക്കൽ എഡ്യൂക്കേഷനൊന്നും വേണ്ട എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഷാർജയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, പരമാവധി 6 മണിക്കൂറാണ് ഷാർജയിൽ ഈ സ്കൂൾ സമയം ക്രമീകരിക്കേണ്ടത് റമദാൻ സമയത്ത്. മാത്രമല്ല ആ 6 മണിക്കൂർ നമുക്ക് വേണ്ട വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സൗകര്യവുമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് ഇത്തവണ വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് റമദാനെ സ്വീകരിക്കുന്നത്. മുൾത്തക്ക എന്ന് പറയുന്നൊരു പ്രത്യേക സംവിധാനം, പ്രത്യേക ടെൻറ്റ് അറേഞ്ച്മെൻറ്റ് പോലെ വളരെയധികം റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുന്ന, നോമ്പ് തുറക്കാനും സുഹൂറിൻ്റെ സമയത്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ സജ്ജീകരിക്കുകയാണ്. 5 മണിക്ക് തുറക്കും ഗ്ലോബൽ വില്ലേജ് റമദാൻ സമയത്ത്. സാധാരണ ദിവസങ്ങളിൽ രാത്രി 1 മണി വരെ കാണും, വീക്കെൻഡിലാണെങ്കിൽ 2 മണി വരെ തുറന്നിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു പുതിയ അനുഭവം റമദാനിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗ്ലോബൽ വില്ലേജ് ഇത്തവണ ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Ain Golden Diamonds, Choco World, Abu Dhabi.